പ്രിയമുള്ള സഹോദര, മരണത്തിന്റെ വേളയിൽ ചിന്തിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. മനുഷ്യന്റെ വിലാപങ്ങളും അവന്റെ പുനർവിചിന്തനങ്ങളും എനിക്ക് നന്നാകണമെന്ന ചിന്തയുമൊക്കെ മരണം കൺമുമ്പിൽ കാണുന്ന നേരത്തുണ്ടായതുകൊണ്ട് കാര്യമില്ലെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മരണത്തിന്റെ നേരത്ത് ആളുകൾ വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്താണ്? റബ്ബിർജിഊൻ റബ്ബിർജിഊൻ റബ്ബിർജിഊൻ. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. പ്രിയപ്പെട്ട അനുജന്മാരെ, എൻ്റെ അനിയത്തിമാരെ, നിങ്ങളത് മനഃപ്പാഠമാക്കി വെക്കൂ. മരണം വരുന്ന വേളയിൽ പറയുകയാണ്, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇർജിഊൻ, ഒന്ന് മടക്കിത്തായോ. അത് ആക്സിഡന്റിന്റെ നേരത്ത്, ഏതെങ്കിലും രൂപത്തിലുള്ള കാരണങ്ങളാൽ മരണം വരിക്കുന്ന നേരത്ത് ഒന്ന് മടക്കിത്തരാമോ? ലഅല്ലി അഅ്മലു സാലിഹാ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. ഫീമാ തറക്തു, ഉപേക്ഷ വരുത്തിയിട്ടുണ്ട് ഒരുപാട്. എന്നോടൊപ്പമുള്ള ആളുകൾ വ്യത്യസ്തങ്ങളായ പദ്ധതികളിലൂടെ നന്മയുടെ മാർഗങ്ങളിലേക്ക് ക്ഷണിച്ചപ്പോഴൊക്കെ അതിലേക്ക് കാതുകൊടുക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചവനാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ എനിക്ക് ബോധ്യമായി, ഇതൊക്കെയാണ് സത്യം, ഇതൊക്കെയാണ് വേണ്ടതെന്ന്, ഇതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്, ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമായിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കെഞ്ചുന്ന ഒരു നേരം വരാനുണ്ട്. അള്ളാഹ് പറയുന്നത്, ഇല്ലടാ, സമയം അവസാനിച്ചു കഴിഞ്ഞു, ഇനി നിനക്കൊരു തിരിഞ്ഞു നോക്കിന് അവസരമില്ല. വമിൻ വറാഇഹിം ബർസഖ്, ഇനി ചെന്ന് കിടക്കാനുള്ളത് ബർസഖിന്റെ ലോകമാണ്. ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും ഇടക്കുള്ള മറ എന്നറിയപ്പെടുന്ന ബർസഖിന്റെ ലോകം. ഖബറാണെങ്കിൽ ആ ഖബർ ജീവിതം അതേ ഇനി ഉള്ളൂ എന്ന് പറയപ്പെടും.